സത്യഭാമ, സത്യം, യാഥാർത്ഥ്യം, നീതി. ഭാമ ഭൂമി, ഭൂമിയിൽ. ജാംബവി എന്നാൽ മെഡിസിനൽ പ്ലാന്റ് എന്നാണ്. ഔഷധം, രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത്. സുഗന്ധം, ചില ബാക്ടീരിയാസിനെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു ഔഷധ ചെടി എന്നാണ് ജാംബവി എന്ന പദത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥം. ഏതായാലും ശ്രീകൃഷ്ണ ഭഗവാൻ കള്ളനെന്നും കൊലയാളിയെന്നും സത്രജിത്ത് മഹാരാജ്, യാദവ കുലവംശജനായിരുന്ന സത്രജിത്ത് മഹാരാജാവിൻ്റെ അനിയനായ പ്രസേനനെ കൊന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ. എന്തുകൊണ്ട്? ശ്യാമന്തകരത്നം ഭഗവാൻ അടിച്ചു മാറ്റി. കാരണം അദ്ദേഹം ഒരിക്കൽ സത്രജിത്ത് മഹാരാജാവിനോട് ഉഗ്രസേനന്, യാദവ കുലത്തിലെ രാജാവിന് ഒന്ന് കൊടുക്കാൻ പറഞ്ഞല്ലോ. അന്നേരം സത്രജിത്ത് മഹാരാജാവ് നിഷേധിച്ചു ഭഗവാന്റെ അഭ്യർത്ഥന, കൊടുത്തില്ല. അപ്പോൾ അതിൻ്റെ പ്രതികാരമായിട്ട് തൻ്റെ അനുജനെ വകവരുത്തി എന്നാണ് സത്രജിത്ത് മഹാരാജാവ് ഭഗവാന്റെ മേൽ പഴിചാരിയത്, ദുഷ്പ്രചാരം നടത്തിയത്. ശ്യാമന്തകരത്നം സത്രജിത്ത് മഹാരാജാവ് സൂര്യഭഗവാനെ ധ്യാനം ചെയ്ത് നേടിയതാണല്ലോ. ശ്യാമന്തകരത്നം കയ്യിലുണ്ടെങ്കിൽ സമ്പദ് സമൃദ്ധി ഐശ്വര്യമെന്നും ദുരന്തം അവിടെ സംഭവിക്കില്ല എന്നാണല്ലോ. റൂബി, മാണിക്യം, സൂര്യദേവൻ്റെ അനുഗ്രഹം, ആ സാന്നിധ്യം, ആ സാമീപ്യം, ആ ഓജസ്, ഐശ്വര്യം എന്നതല്ല. ഏതായാലും ഈ ശ്യാമന്തകരത്നം ധരിച്ചുകൊണ്ട് സത്രജിത്ത് മഹാരാജാവിൻ്റെ അനുജൻ ഒരു നാൾ നായാട്ടിന് പോയി. സിംഹമാണ് സത്യത്തിൽ അദ്ദേഹത്തിനെ കൊന്നത്. പകരം കൃഷ്ണ ഭഗവാന്റെ മേളിൽ പഴിചാർത്തി സത്രജിത്ത് മഹാരാജാവ്. ഏതായാലും ഭഗവാൻ ഇതറിഞ്ഞിട്ട് വനത്തിൽ തൻ്റെ സേനാനിയായിട്ട് വരികയും പ്രസേനൻ്റെ ശവശരീരം കണ്ടെത്തുകയും, ഇതിനിടയിൽ സിംഹമാണല്ലോ ഈ ശ്യാമന്തകരത്നം കൈക്കലാക്കിയത്. അതിന് വല്ല അറിയാമോ ഇതിനെക്കുറിച്ച്? ഏതായാലും അവിടെ ഗുഹയിൽ താമസിച്ചിരുന്ന കരടി രാജാവായിരുന്ന ജാംബവാൻ ഈ സിംഹവുമായിട്ട് അടിപിടി കലാശം ഉണ്ടാക്കുകയും തുടർന്ന് ഈ സിംഹം കൊല്ലപ്പെടുകയും, ജാംബവാൻ ഈ തിളക്കമാർന്ന ഈ വസ്തു സിംഹത്തിൽ നിന്നും തൻ്റെ മകന് കളിക്കാൻ കൊടുത്തു. ഇതിൻ്റെ വിലയൊന്നും അയാൾക്ക് അറിയത്തില്ലല്ലോ. ഭഗവാൻ അന്വേഷിച്ച് വന്ന് ജാംബവാൻ്റെ ഗുഹയിലെത്തി. തുടർന്ന് ജാംബവാനുമായിട്ട് 21 ദിവസത്തെ യുദ്ധം നടത്തി. ജാംബവാന് ഭഗവാൻ ആരാന്നറിയില്ല, ഏതോ സാധാരണക്കാരനാണെന്ന് കരുതി. പിന്നീടാണ് ഭഗവാനാണെന്ന് അറിയുകയും ഭഗവാന്റെ കാൽക്കൽ വീഴുകയും ക്ഷമാർപ്പണം നടത്തുകയും ചെയ്തു. ഭഗവാൻ ജാംബവാനെ ക്ഷമിക്കുകയും ഈ ശ്യാമന്തകരത്നത്തെക്കുറിച്ച് പറയുകയും ചെയ്തു. അതിൻ്റെ പരിഹാരാർത്ഥം ആണ് ജാംബവി. ജാംബവി എന്ന് വെച്ചാൽ മെഡിസിനൽ പ്ലാന്റ്. ഭഗവാൻ ഉള്ളിൻ്റെ ഉള്ളിൽ വേദനിച്ചല്ലോ, വ്യസനിച്ചല്ലോ, താൻ കുറ്റാരോപിതനായി. അപ്പോൾ അതിനൊരു ഹീലിംഗ് ആയിട്ട് ലഭിച്ചു. സത്യത്തിൽ അതാണ്. ഏതായാലും സത്രജിത്ത് മഹാരാജാവിൻ്റെ അടുത്ത് ഈ ഒരു ശ്യാമന്തകരത്നമായിട്ട് തിരിച്ച് ആ കൊട്ടാരത്തിൽ ചെന്ന് നടന്ന സംഭവം പറയുന്നുണ്ടല്ലോ. അപ്പോൾ സത്രജിത്ത് മഹാരാജു ആകെ നാണം കെട്ട്. പിന്നീട് സത്രജിത്ത് മഹാരാജാവ് ഈ ശ്യാമന്തകരത്നമായിട്ട് തൻ്റെ മകളുമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ കൊട്ടാരത്തിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ, സത്രജിത്ത് മഹാരാജാവിൻ്റെ മകളായിട്ടുള്ള സത്യഭാമയെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു ഭഗവാന്. അതിൻ്റെ അർത്ഥം എന്താ? സത്യം, ഭൂമിയിൽ സത്യം, ന്യായം നിലനിൽക്കണം. ഭഗവാൻ ആരെയാ വിവാഹം കഴിച്ച? ഭൂമി ദേവിയാണ്. അപ്പം തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായ വേദനയ്ക്ക് ഔഷധമായിട്ടാണ് ഈ ജാംബവി. ഇതാണ് അതിൻ്റെ വാസ്തവികത, ഇതാണ് അതിൻ്റെ പൊരുൾ, ഇതാണ് അതിൻ്റെ സയൻസ്. അപ്പോൾ സത്യം ആയിരിക്കണം പ്രചരിപ്പിക്കേണ്ടത്. ഈ കഥയുടെ പൊരുൾ എന്താണ്? ആരെക്കുറിച്ചും ഒരിക്കലും ദുഷ്പ്രചാരം നടത്താൻ പാടില്ല. മോശം പറയാൻ, പ്രചരിപ്പിക്കാൻ പാടില്ല
എന്ന സന്ദേശമാണ് ഈ കഥയിലൂടെ ലഭിക്കുന്നത്.